നിങ്ങൾ ജോലിക്കുണ്ട്? ഞാൻ പോയിട്ടുണ്ട്, ദിവസവും പോവും. ആണല്ലേ? പിന്നെ ഉപ്പയും പോവും. പോവുല്ലേ? അങ്ങനെ കൂടി പോണ്. കൊടുവള്ളിക്കടുത്ത് കളരാന്തിരി പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ വീട്. ഈ ഉമ്മയുടെ 2 മക്കളും എനിക്ക് തോന്നുന്നു SLC വരെ ഒരു പ്രയാസമില്ലായിരുന്നു. അതിന് ശേഷം മസിൽസ് വീക്കാവുന്ന രോഗമാണ്. ഇപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുണ്ട്. ശരിക്കും ഇവർ ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ ഇവരുടെ ഉമ്മയും ഉപ്പയും ജോലിക്ക് പോയിട്ട് വേണം ഈ കുടുംബം നോക്കാൻ. അത് മനസ്സിലാക്കിയ ഷിഹാബും തന്നെ ഉമ്മ ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന ജോലിയാണ്. രാവിലെ ഇറങ്ങി രാത്രിയാണ് വരാറുള്ളത്. ഞാൻ ഇവരുടെ ശരിക്കും ഷിഹാബിനെ ഒന്ന് കണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഷിഹാബിൻ്റെ അനിയൻ പറഞ്ഞു വീട്ടിലേക്ക് വരണം, എന്നും കൂടെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ്. ശരിക്കും എന്താ പറയുക, ഒരു ഡിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഷിഹാബിനെ നിങ്ങൾ എവിടെ കണ്ടാലും സാധനം മേടിക്കണം കേട്ടോ. എന്താ പേര്? ഷിഹാബ്. എന്താ ഇതിനകത്തുള്ളത്? അച്ചപ്പം, നുറുക്ക്, കോലപ്പം. നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ മിസ് ചെയ്തത്. ഞാൻ കോട്ടക്കലിൽ നിന്നും ഷിഹാബിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവൻ്റെ വീട്ടിലും ഷിഹാബുദ്ദീൻ്റെ വീട്ടിലും ഞാൻ പോയി. പിന്നെ 15 വയസ്സ് വരെ നടക്കാൻ സാധിച്ചിരുന്നു. ഇപ്പം എന്താ പ്രശ്നം? അത് കുഞ്ഞിട്ട് അതിനുശേഷം നടക്കാൻ കഴിയൂല. കച്ചവടം പിന്നെ ആരുണ്ടാക്കുന്നതാണ്? അതായത് ഉമ്മ വേറൊരു ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്. അവിടെ ഉണ്ടാക്കുന്ന സാധനം ഉമ്മ ജോലിക്ക് പോകണ്ടല്ലേ? അങ്ങനെയാണ് ഇവരുടെ കുടുംബം. ഞാൻ പോയപ്പോൾ ഭയങ്കര സങ്കടമായി എനിക്ക് അവസ്ഥ കണ്ടപ്പോൾ. 2 മക്കൾ, ഷിഹാബിൻ്റെ അനിയനും ഉണ്ട്. അനിയൻ എന്നെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയതാണ്. അനിയനും ഇതിനേക്കാളും പ്രയാസമുള്ള ആളാണ്. ഷിഹാബിന് എവിടുന്ന് കണ്ടു കഴിഞ്ഞാലും സാധനം മേടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രാവിലെ മുതൽ ഇങ്ങനെ ഷിഹാബ് ഇറങ്ങും. എവിടെയൊക്കെ പോവും കച്ചവടത്തിന്? കൊടുവള്ളി, എല്ലാ റൂട്ടും ആലോചിച്ച് നോക്കി നിങ്ങൾ. പിന്നെ ഷിഹാബ് ഇത് അർഹതപ്പെട്ട ആൾ തന്നെയാണല്ലേ? ആണല്ലേ? വാ. എത്ര ഇതിനെത്ര? ഒന്നിനെത്ര? 50 ഉറുപ്പ്യ ഉള്ളൂ. ഇത് ഞാൻ ആടാ ഒരു ദിവസം എത്ര കച്ചവടം ചെയ്യും? എത്ര പാക്കറ്റ് ഉണ്ടാവും? അത് 40-45 പാക്കറ്റ് ഉണ്ടാവുക. അത് മുഴുവൻ കച്ചവടം ആവോ? എന്തും നമ്മ തീർത്തിട്ടേ പോരും. ഇതിനിപ്പോ മൊത്തം ഞാൻ എടുക്കണ എത്ര ഉറുപ്പ്യ വേണ്ടി വരും അല്ലേ? ചോദ്യമല്ലേ? എത്ര വേണ്ടി വരും? ഇന്ന് എണ്ണി തരും നാട്ടുകാരൊക്കെ അല്ലേ? പതിനൊന്ന് 1000. അപ്പോൾ ടോട്ടൽ 1350 വരുന്നത്. ഡിസ്കൗണ്ട് ഉണ്ടോ? ഞാൻ കോട്ടക്കന്ന് വരില്ലേ? അല്ലേ? കോട്ടക്കന്ന് വരുമ്പോ എനിക്ക് സന്തോഷം തരോ. ഇത് ഷിഹാബിന്റെ ഉമ്മ കൂടി സപ്പോർട്ട് ചെയ്തുണ്ടാക്കുന്ന സാധനമാണ്. ഉമ്മ ജോലിക്ക് കൊണ്ടുവരാം. ഡിസ്കൗണ്ട് ഉണ്ടാ? എത്ര ഡിസ്കൗണ്ട് വരും? 1350 ടോട്ടല്. 50 കുഴപ്പമില്ലല്ലോ. നഷ്ടമോ? 100 റുപ്യ. ഡിസ്കൗണ്ട് ഉണ്ടോ? അപ്പോൾ 1350 പറഞ്ഞാൽ 1250 ഇപ്പം എത്രയായി? 1000 ആളുണ്ട് കേട്ടോ. നാട്ടുകാർ ഇവിടെ ഉണ്ട്. ഇപ്പം എത്രയായി? 1500. ഏതായാലും ഇനി സാറില്ല, ഇത് വെച്ചോ അല്ലേ? നമുക്ക് ഡിസ്കൗണ്ട് ഒന്നും വേണ്ട. വെച്ചപ്പോൾ എത്രയായി? 2000 കേട്ടാ. ഓക്കെ. ഇത് അനിയന് കൊടുക്കണം. ഇത് ഉമ്മാവ് കൊടുക്കണം, മറക്കരുത്. ഇത് ഉപ്പാവും കൊടുക്കണം. ഓക്കെ. ഇത് കളരാന്തിരി അല്ലേ സ്ഥലം? കൊടുവള്ളിക്ക് അടുത്തല്ലേ? കൊടുവള്ളി മാനിപുരം. അപ്പോൾ താമരശ്ശേരി റോഡിൽ. അപ്പോൾ എല്ലാവരും ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഷിഹാബിൻ്റെ GPay നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരെല്ലാവരും പറഞ്ഞു ഷിഹാബിനെ എങ്ങനെയെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഫാമിലിൻ്റെ ഒരു അത്താണിയാണ് കേട്ടോ. ഉഷാറാവട്ടെ. എന്തായി പറയാനുള്ളത്? സന്തോഷം. വീഡിയോ കാണലുണ്ട് എൻ്റെ ആളുണ്ടല്ലേ? നല്ല സന്തോഷത്തിലാണ്. നല്ലൊരു കച്ചവടം നടന്നിട്ടുണ്ട്. പഠിച്ചോൻ തന്നതാണ്. ഫോണില്ല അല്ലേ? ഫോണില്ല ഇപ്പൊ നിലവിലില്ല. പൊട്ടിപ്പോയില്ലേ? അപ്പൊ നല്ല ഫോണില്ല ഇല്ലല്ലേ? നോക്ക നമ്മൾ ആരെങ്കിലും വീഡിയോ കാണുന്നവരെ ഷിഹാബുദ്ദീൻ ഒരു ഫോണ് വാങ്ങിച്ചു കൊടുത്താൽ വലിയ ഉപകാരമാവും ഇൻഷാ അല്ലാ. പിന്നെ മകൻ എത്ര മക്കളാ? 6 മക്കള്. 6 മക്കൾ. 2 ആൺകുട്ടികൾ. ഷിഹാബിന്റെ പ്രശ്നം എന്താ? ഒന്ന് നടക്കാൻ കഴിയാണ്ട് ഇപ്പൊ. എന്ന് മുതൽ തുടങ്ങിയതാ? 16 വയസ്സ് കഴിഞ്ഞാലാ. ആണല്ലേ?
ഇപ്പം എന്താ അവസ്ഥ? അപ്പോൾ അച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും. ഇവിടെ വരൂ, എൻ്റെ ഇടയിൽ ഉഗ്ഗു എണീക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ ജോലിക്കുണ്ട്? ഞാൻ പോയാലുണ്ട്, ദിവസവും പോവും. ആണല്ലേ? പിന്നെ ഉപ്പയും പോവും. പോവില്ലേ? അങ്ങനെ കൂടിയാ പോണ്. പോകാണ്ടൊക്കെ വയ്യില്ല കടയുടെയും കൊണ്ടേ. ഇപ്പം പിന്നെ അവരെവിടെയും കൊണ്ടുപോവുകയും കാണിക്കുകയും ചെയ്യാൻ പോകത്തേം കൊണ്ട് പിന്നെ അവിടെ ചികിത്സിക്കുന്നില്ല? ഇല്ല, ഇപ്പം എവിടെയും പോകുന്നില്ല. എന്താ? പോണെങ്കിലും നമ്മൾ കയ്യിൽ പൈസ വേണമല്ലോ. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ കടമുണ്ട്. പോരാ, മക്കളെ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് പിന്നെ പോരാന്ന് നന്നാക്കിയില്ലേ, അതൊക്കെ കപ്പിട്ടുകയും മുത്രിച്ചുകയൊക്കെ ചെയ്യാൻ. അന്നപ്പോൾ വൃത്തിയാക്കാനൊന്നും ഇതിലായിട്ട് ഇപ്പം ഞാൻ ദിവസം പൈസ കടം വാങ്ങിയാണ്ട് നല്ല നന്നാക്കിയതാ. അങ്ങനെ എൻ്റെ വീട്ടിലേയും കൊണ്ട് എന്നെ പണിക്കാണ്ട് ഇവിടെ നിന്നാൽ ശരിയാവില്ലല്ലോ. അങ്ങനെയൊക്കെ പോകണം. എനിക്കും വലിയ സുഖമൊന്നുമില്ല, ശ്വാസമുട്ടും അലർജിയൊക്കെ ആണ് എനിക്കും. അതിന് ചികിത്സ ചെയ്യാൻ പോകണം. നോക്കട്ടെ ട്ടാ, ശരിയാവട്ടെ.